ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ യുവജനങ്ങളുടെ ധ്യാനം ദൈവത്തിൻ്റെ കൃപയാൽ നന്നായി നടക്കുന്നു. ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം അഭിഷേകത്തിൻ്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, 8:30 മറക്കണ്ട. പ്രാർത്ഥിച്ചൊരുങ്ങി അത് കാണുന്ന കാര്യം സ്നേഹപൂർവ്വം മനസ്സിൽ വെക്കണേ. ഇന്ന് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ നൽകിയൊരു വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു സംശയത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പം ഞാനൊരു സമൂഹമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതെങ്ങനെയായിരിക്കും. അതായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പോയി അറിയിക്കേണ്ടതായിരിക്കും. ചിലപ്പോൾ അധികാരികളെ അറിയിക്കേണ്ടതായിരിക്കും, ചില പിള്ളേരുടെ കാര്യമാണെങ്കിൽ ചില പിള്ളേരെ മാതാക്കന്മാരെ അറിയിക്കേണ്ടതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാമോ, അത് ആരെങ്കിലുമൊക്കെ പോയി പറയട്ടെ, നമ്മളായിട്ടിത് പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ പോയി പറഞ്ഞത് ഒരു കുറ്റം പറയലാവില്ലേ? അല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യം വേറെ ഒരു കുറ്റം പറയലാവില്ല. അതിനകത്ത് മനസ്സിലാക്കണം, നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് പറയുന്ന ഉദ്ദേശമാണ് അതിനകത്ത് പ്രധാനപ്പെടും. ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ടും നമ്മൾ കാണാതെ പോകരുത്. അതിനെക്കുറിച്ച് എനിക്ക് എന്നെ സ്പർശിച്ചൊരു വചനമാണ് 1 കൊരിന്ത്യർ 1:11. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർ സഭയിൽ കുറച്ച് തർക്കങ്ങളുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങൾ നടക്കുമ്പോൾ പൗലോസ് അവിടെ ഇല്ല. പൗലോസ് സ്ഥാപിച്ച സഭയാണ് കൊരിന്ത്യർ സഭ. അപ്പോൾ പൗലോസ് അവിടെ സംഗതി തർക്കങ്ങൾ നടക്കണമെന്ന് പോയി പറഞ്ഞത് ആരാ? ക്ലോയയുടെ ബന്ധുക്കളാണ്. എന്നിട്ട് പൗലോസ് കൃത്യം പറയുകയും ചെയ്തു, ക്ലോയയുടെ ബന്ധുക്കളാണ് ഈ കാര്യങ്ങളെല്ലാം എന്നെ അറിയിച്ചത്. അപ്പോൾ അങ്ങനെ ക്ലോയയുടെ ബന്ധുക്കൾ പോയി പറഞ്ഞു എന്ന് പറഞ്ഞ കുറ്റം പറയലല്ല വാസ്തവത്തിൽ. കാരണം പൗലോസിലേക്ക് അവരെ പോയി തിരുത്താനും അവരെ ഒരുമയിലേക്ക് കൊണ്ടുവന്നെല്ലാം കാരണമായിട്ട് തീർന്നു. ഇപ്പം എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ കണ്ട് നമ്മൾ പോയി ഉത്തരവാദിത്തപ്പെട്ട് അറിയിക്കേണ്ടി വരും. അത് അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ പാപം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യം എല്ലാം കൂടെ പോയി പറയണമെന്നുള്ളതല്ല. നമുക്ക് ഉത്തരവാദിത്വമുള്ള മേഖലകളും അതേപോലെ തന്നെ തിരുത്തപ്പെടേണ്ട മേഖലകളും നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. അതൊരു കുറ്റം പറയലല്ല എന്നാണ് നമ്മൾ വചനപ്രകാരം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഇച്ചിരി ഗ്രഹിച്ചാൽ അത് ഉള്ളിലേക്ക് കയറും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.